ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർണായക ഇടപെടൽ ഉണ്ടായെന്ന് തുറന്നടിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തെളിവില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കങ്ങളാണ് CPM നടത്തിയത്. ഹൈക്കോടതിയുടെ ഉത്തരവടക്കം തെളിവായി പറഞ്ഞുകൊണ്ടാണ് തന്ത്രിയുടെ അറസ്റ്റിനെതിരായ ചെന്നിത്തലയുടെ നിർണായക പ്രതികരണം. തെളിവില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് സംശയാസ്പദമാണെന്നാണ് ചെന്നിത്തല പറയുന്നത്. SIT പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ്. തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കി. രാഷ്ട്രീയ ഇടപെടലുണ്ടായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ SITയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചുവെന്നും രമേശ് ചെന്നിത്തല ആഞ്ഞടിച്ചു. ഹൈക്കോടതി നൽകിയ നിർദ്ദേശങ്ങൾ SIT പാലിച്ചില്ല. ഗൂഢാലോചനയിൽ അന്വേഷണവുമില്ല. മുൻ ദേവസ്വം പ്രസിഡന്റ് ഗുരുതരമായ തെറ്റ് ചെയ്തു. 2 തവണ ചോദ്യം ചെയ്തെങ്കിലും വിട്ടയച്ചു. അന്വേഷണം കടകംപള്ളിയിലേക്കും വാസവനിലേക്കും എത്താതിരിക്കാനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. രാഷ്ട്രീയ കളിക്ക് ജനം ചുട്ട മറുപടി നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന പാവയായി SIT മാറിയെന്നാണ് ജനം തിരിച്ചറിയുന്നത്. കാരണം സ്വർണ്ണക്കൊള്ളയിലെ തന്ത്രിയുടെ വെളിപ്പെടുത്തലുകൾ ഇനി CPM നേരിടാനിരിക്കുന്നതേയുള്ളൂ. ചെന്നിത്തല പറഞ്ഞ മറ്റൊരു കാര്യം, സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ വൻ തോക്കുകളെ സംരക്ഷിക്കാനാണ് CPM ഈ SITയെ കൂട്ടുപിടിച്ച് കവചമൊരുക്കുന്നത്. ഈ കള്ളക്കളി പൊളിയാൻ അധികകാലം വേണ്ടിവരില്ലെന്നാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ചെന്നിത്തലയുടെ പ്രതികരണം ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. പൂർവ്വം കൊടുക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്നത് ഇതിലൂടെ വ്യക്തമാവുകയാണ്. SITയെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ SITയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുത നമുക്ക് കാണാതെ കടന്നു പോകാൻ സാധ്യമല്ല. ഇനി ശബരിമല തന്ത്രി പോകട്ടെ, ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തിനാണ് 41 ദിവസം ഒരാളിനെ ജയിലിലിടുന്നത്? ഒരാളിനെ അറസ്റ്റ് ചെയ്യുമ്പോഴും ജയിലിലിടുമ്പോഴും പാലിക്കേണ്ട അല്ലെങ്കിൽ ആധാരമായ തെളിവുകൾ കാണാതെ അല്ലെങ്കിൽ ഉണ്ടാകാതെ എങ്ങനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിടുകയും ചെയ്യും? ഇന്ന് പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒന്നല്ലേ? ശബരിമല പെരുംകൊള്ളയ്ക്ക് ഉത്തരവാദികളായ വൻ തോക്കുകളെ അറസ്റ്റ് ചെയ്യുന്നതിനാവശ്യമായ വ്യക്തമായ സൂചനകൾ 2025 ഒക്ടോബർ 21 നവംബർ 5 ഇടക്കാല ഉത്തരവുകളിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി SITക്ക് നൽകിയെങ്കിലും ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല.